വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ലൂതർ ആൻഡ് ഇസ്മായിൽ. അങ്ങനെയാണ് ഇന്നൊരു കാര്യം പറഞ്ഞു തുടങ്ങാം. പൊതുവെ നമ്മളോട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഐ തിങ്ക് സോ, ഐ ഡോണ്ട് നോ, ഇറ്റ്സ് എന്താ പറയുക, തെറ്റായ കാര്യമാണോ പറയുന്നത് അറിയത്തില്ല, എന്നാലും പൊതുവേ പറയാറുണ്ട്. എന്ത്, നിങ്ങൾ എന്താ പറയുക, അപ്പുറത്തൊരാളെ ഉള്ളറിയണം, അല്ലെങ്കിൽ അപ്പുറത്തൊരാളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നിങ്ങൾ കാണണം, നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് മാത്രം കണ്ടാൽ പോരാ, നിങ്ങൾ അപ്പുറത്തെ ആൾ ഉള്ളറിയണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈസ് ഇറ്റ് റൈറ്റ്? സംശയമുണ്ടോ? ശരിയാണ്, അതറിയണം. പക്ഷെ എത്രത്തോളം? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഏതായാലും ലൂതറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. എങ്ങനെ ഒരാളുടെ എന്താ പറയുക മനസ്സറിയാൻ പറ്റും, അല്ലെങ്കിൽ അയാൾ തിങ്ക് ചെയ്യുന്ന അറിയാൻ പറ്റും എന്നുള്ളതാണ്. അത്രയും ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ട എന്നൊക്കെ പലതും പറയുകയാണെങ്കിലും തൊട്ട് അപ്പുറത്തിരിക്കുന്നവൻ എങ്ങനെ വിചാരിക്കുന്നു, ഏത് പെർസ്പെക്റ്റീവ് വിചാരിക്കുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളൊരു ഡാർക്ക് ഹ്യൂമർ സാധനം പറഞ്ഞു, അല്ലെങ്കിൽ വെച്ചൊരു കോമഡിയായി പറഞ്ഞു, ചിലവരത് ചിരിക്കും, ചിലവരത് അറിയത്തില്ല. അതുപോലെ തന്നെയാണ് അവരുടെ ഫീലിങ്സിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, നമ്മളെന്തെങ്കിലും ചെയ്തു കൂട്ടി, നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് അയാളത് ചിന്തിക്കും, അല്ലെങ്കിൽ ഇയാൾക്കതൊരു മോശമല്ലേ, ഇയാൾക്കത് ഇതല്ല അതല്ല എന്ന് പറയുമ്പോൾ വി ഹാവ് വൺ ലൈഫ്. നമുക്കത് ചെയ്യാനുള്ളൊരു സ്പേസേ പോകും, അല്ലെങ്കിൽ മൂടേ കളയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ഡോണ്ട് നോ ഇറ്റ്സ് വാസ് ട്രൂ ഓർ റോങ്. ഇഫ് യു ടെൽ ടു മീ, എന്താണ് എങ്ങനെയാണെന്ന് ഇത് പറയണ്ടേ. ഏതായാലും അതുപോലെ തന്നെ ആക്ച്വലി നിങ്ങൾ ഇതുവരെ കേട്ടോടത്തോളം ഭാഗം 2024 എടുത്തതാണ്. ഓൾമോസ്റ്റ് അതുപോലത്തെ ഒരു കൈൻഡ് ഓഫ് സിസ്റ്റത്തിലാണ്, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സംഭവത്തിലാണ് നിൽക്കുന്നത്. എന്നാലും സംതിങ് ടു ടെൽ ടു യു ഗൈസ്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ആഡ് ഓൺ ചെയ്യുന്നത്. അന്ന് പറഞ്ഞ ആ സംഭവം തന്നെ വീണ്ടും ലൈക്ക് ഈസ് എവറിത്തിങ് വി ഡിസേർവ് ഈസ് ഗെറ്റിംഗ്. നമ്മൾ അത്രയും എമ്പത്തറ്റിക്കായി അപ്പുറത്തോട്ട് നോക്കി, അപ്പുറത്തവന് പ്രശ്നമുണ്ടോ, അവന് പ്രശ്നമില്ലേ എന്നെല്ലൊക്കെ നോക്കി അവൻ ഇതാണ് ചിന്തിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ, അതൊക്കെ നോക്കിയാണ് നമുക്ക് എന്ത് കിട്ടി ഇത്ര കാലം. ഐ ഡോണ്ട് നോ, ഐ ഡിൽ ഫീൽ ഓൺ ദാറ്റ് വേ. ബട്ട് മോർ ഓൺലി ഒരാൾ ഹാർഡ് ട്രൈ ചെയ്യുന്നുണ്ട്, ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ട്രൈ ചെയ്യുന്നതിൻ്റെ ഒരു പടത്തിൽ കാണുന്ന പോലെ മറ്റേ റിസൾട്ട് വേണം എന്നൊന്നും ഐ ഡിൻ ലൈക്ക് ഓർ ഐ ഡിൻ ബിലീവ് ഓൺ ദാറ്റ് തിങ്. പക്ഷെ എന്നാലും നമുക്ക് പോസിറ്റീവായി കിടക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഷോ അപ്പ് ചെയ്യണ്ടേ. ഒരു സാഡ് പോഡ്കാസ്റ്റോ സാഡ് ടോക്സോ ഐ ഡോണ്ട് നോ ആസ് ദ ടെല്ലിങ് ദീസ് തിങ്, ബട്ട് ദ റിയാലിറ്റി ഐ ഡോണ്ട് നോ. നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ ഡിസേർവ് ചെയ്ത സാധനം തന്നെയാണ് കിട്ടുന്നത്. അത് ലക്ക് ഫാക്ടറാണോ, അതോ നമ്മൾ മറ്റേ പേഴ്സവറൻസ്, മറ്റേ നമ്മളിപ്പോൾ പ്രയത്നിച്ചാൽ ഭാവിയിൽ അതാവാം, എന്താണ് ഈ ഭാവി, എന്താണ് ഈ എൻഡ് പോയിന്റ്, ഐ ഡോണ്ട് നോ. ബട്ട് ഇത് ഒരുപാട് ദിവസമായി എടുത്തു വെക്കണ രാജ സാധനമായിരുന്നു, എനിക്ക് സംസാരിക്കുന്ന സാധനമായിരുന്നു. മറ്റേതിനെ തന്നെ ഒരു കണ്ടിന്യൂറ്റി എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഐ വാസ് സേയിങ് ദീസ് തിങ്സ്. ഐ ഡോണ്ട് നോ, മെൻ്റലി ഫിസിക്കലി വീക്കനാണെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും അത് ടയർഡാണ്. ഐ ഡോണ്ട് നോ ഹൗ ടു ബൂസ്റ്റപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതിൽ. ഈ ഒരു ചുറ്റുപാടും ഈ ഒരു സർക്കിളൊക്കെ മേ ബി ചേഞ്ചസ്, റിഫ്ലക്ഷൻ കാര്യങ്ങളൊക്കെ വന്നേരും, ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ ഐ തിങ്ക് സോ. ബട്ട് നോക്കാം, ട്രൈ ടു ഡു ഓൾ ദാറ്റ് തിങ്സ്. അയ്യോ കഷ്ടമാണ്. ഇത് നമ്മുടെ കഥയിൽ സ്ക്രിപ്റ്റ് മാത്രമാണ് ഇങ്ങനെ, അതോ പൊതുവെ എല്ലാവരും ഇങ്ങനെയാണോ, ഐ ഡോണ്ട് നോ. ഇഫ് സംബഡി ടു ടോക്ക് വിത്ത് മീ ഫോർ സം ടോപ്പിക്സ് ഓർ സം കാര്യങ്ങൾ, യു ക്യാൻ ഫ്രീലി കോണ്ടാക്ട് മീ. അതങ്ങനെ വലിയ കുഴപ്പമില്ല, കാര്യങ്ങളൊന്നുമല്ല. ബട്ട് ഐ ഡോണ്ട് നോ, നമുക്ക് മാക്സിമം നോക്കാം, ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഒരുമിച്ച് ഒന്നും അറിയുന്നില്ലെങ്കിലും നമ്മൾ എമ്പത്തിറ്റിക്കൊക്കെ ആവാനൊന്നും ഇനി വേല. എമ്പത്തിറ്റിക്കും കൈൻഡും ഫ്രണ്ട്ലിയൊക്കെ എത്രത്തോളം നമ്മൾ കൈൻഡാവുന്നു, നമുക്ക് ലക്ക് ഫാക്ടർ ഇല്ല, അല്ലെങ്കിൽ നമുക്കത് ഒരു ഇതല്ലെങ്കിൽ പിന്നെ നമ്മൾ എത്ര ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിലോ. 10,000 ആൾക്കാർ കോമ്പറ്റീഷനാണ് നമ്മൾ പോകുന്നത്. അതിനിടയിൽ നമുക്കൊന്ന് ചെയ്തതിനുള്ളതിന് പോലും കാണിക്കാൻ പറ്റുന്നില്ല. ഒരു മാരത്തോൺ ഓടി, മാരത്തോൺ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. അതുപോലും ഇല്ലാത്തൊരവസ്ഥയിൽ ഒരു ജീവിതമായിട്ടാകുമ്പോഴാണ് അതുണ്ടോ. പിന്നെ റീസെൻ്റ്ലി ഇങ്ങനെ സംസാരിക്കണം നടത്തില്ല, റെക്കമെൻഡേഷനിലെ ഒരുപാട് ഡെത്ത് നോട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത്ര മരിക്കാൻ പോകുന്നതിന് മുന്നേ പറഞ്ഞ കാര്യങ്ങളും, അല്ലെങ്കിൽ അവർ വെച്ച കാര്യങ്ങളും, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ എൻ്റെ അപ്പ് ചെയ്യണമെന്നൊന്നുമില്ല. സംതിങ് ടു ഡു ഇനിയും ഉണ്ടെന്ന് അറിയാം, ഒരു എൻഡ് പോയിന്റ് ഉണ്ടായേക്കാം. പക്ഷെ അത് എന്ന് എപ്പോൾ, അതൊരു അൺസർട്ടനിറ്റിയാണ്. കരകയറണം, കരകയറും. തിങ്ക് സോ.